ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു യുവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വേസ് ടു സേ ക്ലീൻ. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേസ് ടു സേ ക്ലീൻ, ഡിഫറെൻറ്റ് വേസ് ടു സേ ക്ലീൻ. ക്ലീൻ എന്ന് പറയുന്നതിനുള്ള പല പല വാക്കുകൾ പല രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ പല പല രീതിയിലുള്ള ഈ പറച്ചിലുകളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം. അപ്പോൾ എല്ലാവരും പഠിക്കാനായിട്ട് റെഡി ആയിരിക്കും. ക്ലീൻ എന്ന് പറയുന്നതിന് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ക്ലിയർ. ക്ലിയർ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആൻഡ് ഈസി ടു സീ ത്രൂ. അതായത് ഒരു ഗ്ലാസ് പോലെ, ഗ്ലാസിന്റെ ഇപ്പുറത്ത് നിന്ന് നമുക്ക് നോക്കിയാൽ അപ്പുറത്തെ വശം കാണാം ക്ലിയർ ആയിട്ട്, ഒരഴുക്ക് പോലും ഇല്ലെങ്കിൽ. അപ്പൊ അതിനെയാണ് നമ്മൾ ക്ലിയർ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ എന്ന് പറയുന്ന ഈ പദം സെന്റൻസുകളിൽ നമുക്ക് ഉപയോഗിക്കാം. ഐ പുട്ട് ദ ജാം ഇൻ ടു ക്ലിയർ ഗ്ലാസ് ജാർസ്. ഐ പുട്ട് ദ ജാം ഇൻ ടു ക്ലിയർ ഗ്ലാസ് ജാർസ്. ഞാൻ ജാം ക്ലിയർ ആയിട്ടുള്ള, അതായത് ഒരു അഴുക്ക് ഒന്നുമില്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ജാർസിന്റെ അകത്ത് നിറച്ചു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. എന്റെ കാഴ്ച ഇപ്പൊ നല്ല ക്ലീൻ ആണ്, അതായത് എനിക്കിപ്പൊ നല്ല വൃത്തിയായിട്ടെല്ലാം കാണാനായിട്ട് സാധിക്കും എന്ന് പറയൂലേ. അപ്പൊ അതിനുപയോഗിക്കാം നമുക്കത്. മൈ ഐ സൈറ്റ് ഈസ് ക്ലിയർ. മൈ ഐ സൈറ്റ് ഈസ് ക്ലിയർ. എന്റെ കാഴ്ച നല്ല വ്യക്തമാണ്, ക്ലിയർ ആണ്. ഇതാണ് ഇതിന്റെ അർത്ഥം. ആ രീതിയിൽ നമുക്ക് ക്ലിയർ എന്ന പദം ഉപയോഗിക്കാം. ഈ രണ്ടാമത്തെ എക്സ്പ്രഷൻ ആണ് ഡേർട്ട് ഫ്രീ. ഡേർട്ട് ഫ്രീ. ഡേർട്ട് ഫ്രീ എന്ന് പറഞ്ഞാല് ക്ലീൻ, ഫ്രീ ഫ്രം ഡേർട്ട്. അപ്പൊ ഡേർട്ട് അഴുക്കിൽ നിന്നും വിമുക്തമായത്, ഫ്രീ ആയത് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ ഡേർട്ട് ഫ്രീ എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. വി കീപ് ദ ടേബിൾ ഡേർട്ട് ഫ്രീ ബൈ പുട്ടിംഗ് എ ടേബിൾ ക്ലോത്ത് ഓവർ ഇറ്റ്. വി കീപ് ദ ടേബിൾ ഡേർട്ട് ഫ്രീ ബൈ പുട്ടിംഗ് എ ക്ലോത്ത് ഓവർ ഇറ്റ്. അപ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡേർട്ട് ഫ്രീ ആയിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടി ടേബിളിന്റെ പുറത്ത് ഞങ്ങൾ ഒരു ക്ലോത്ത് വിരിച്ചിടുന്നു. ഓക്കെ. ഡേർട്ട് ഫ്രീ ആയിട്ടുള്ള ചുറ്റുപാട്, ഈ അഴുക്കൊന്നും ഇല്ലാത്ത ചുറ്റുപാട് നമ്മളെ ഹെൽത്തി ആക്കി മാറ്റുന്നു. അതെങ്ങനെ നമുക്ക് പറയാം? ഡേർട്ട് ഫ്രീ സറൗണ്ടിങ്സ് മേക്ക് us ഹെൽത്തി. ഡേർട്ട് ഫ്രീ സറൗണ്ടിങ്സ് മേക്ക് us ഹെൽത്തി. നിങ്ങളുടെ വീടെല്ലാം പൊടി തുടച്ച് വൃത്തിയാക്കുക, അല്ലെങ്കിൽ പൊടിയിൽ നിന്ന് വിമുക്തമാക്കുക. ഇതെങ്ങനെ പറയും? മേക്ക് യുവർ ഹൗസസ് ഡേർട്ട് ഫ്രീ. Make all your houses dirt free. Make all your houses dirt free. Clean, perfectly clean. അതായത് പരിപൂർണമായിട്ടും ക്ലീൻ, ഒരു തരി അഴുക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റൂല. അങ്ങനെ പറയുന്ന ഒരു പദമാണ് ഇമാക്കുലേറ്റ്. ഇമാക്കുലേറ്റ്. ഇമാക്കുലേറ്റ് എന്ന് വെച്ചാൽ ഒരു അഴുക്കും ഇല്ലാത്ത, അതായത് അത് നല്ല പരിശുദ്ധമായിട്ടിരിക്കണം എന്നൊക്കെ പറയൂലേ, ആ രീതിയിലുള്ള ഒരു പദമാണ് ഇമാക്കുലേറ്റ്. അപ്പൊ ഇമാക്കുലേറ്റ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. The girl was wearing an immaculate white dress. The girl was wearing an immaculate white dress. ആ പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും ഒരു അഴുക്ക് പോലും ഇല്ലാത്ത വെളുത്ത വസ്ത്രമായിരുന്നു. സ്വഭാവമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് ഇതിനെ പറയാം. എങ്ങനെയാ? You maintain an immaculate character. You maintain an immaculate character. അതായത് നീ പരിശുദ്ധമായിട്ടുള്ളൊരു സ്വഭാവം നിലനിർത്തണം. നീ ഒരു അങ്ങനത്തെ സ്വഭാവമാണ് നിനക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് അതിനർത്ഥം. അടുത്തൊരു വാക്കാണ് പ്രിസ്റ്റീൻ. പ്രിസ്റ്റീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആണ്, ഇപ്പൊ പുതുപുത്തൻ പോലെ ഇരിക്കുന്നതാണ്. അതിലൊരു സ്പോട്ട് പോലും കാണാനായിട്ട് സാധിക്കില്ല, ഒരു അഴുക്കിന്റെ ഒരു ചെറിയ കുത്ത് പോലും ഉണ്ടാവില്ല. നമ്മളെ ഒരു സാധനം വാങ്ങിക്കുമ്പോഴേക്കും അത് എത്രയും ക്ലീൻ ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരുന്നു അതേ രീതിയിൽ തന്നെ ഇരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു വാക്കാണ് പ്രിസ്റ്റീൻ. അപ്പൊ പ്രിസ്റ്റീൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. He took a pristine towel and placed it around his neck. He took a pristine towel and placed it around his neck. അതായത് അവൻ ഒരു നല്ല പുത്തം പോലെ ഇരിക്കുന്ന, ഒരു അഴുക്ക് പോലും ഇല്ലാത്ത ഒരു ടവൽ എടുത്ത് അവന് കഴുത്തിന് ചുറ്റി ഇട്ടു എന്നാണ് അതിന്റെ അർത്ഥം.
ഓക്കെ, ഇപ്പൊ പ്രിസ്റ്റീൻ എന്ന് പറയുന്ന വാക്ക് പഠിച്ചല്ലോ. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ഹൗ ക്യാൻ വി കീപ് അവർ ഡ്രസ് പ്രിസ്റ്റീൻ? ഹൗ ക്യാൻ വി കീപ് അവർ ഡ്രസ് പ്രിസ്റ്റീൻ? അതായത് നമ്മുടെ വസ്ത്രങ്ങൾ എങ്ങനെ പുത്തൻ പോലെ നമുക്ക് സംരക്ഷിക്കാം, എങ്ങനെ നമ്മുടെ വസ്ത്രങ്ങൾ പുത്തൻ പോലെ ഫ്രഷ് ആയിട്ട് ഒരു സ്പോട്ട്, ഒരു അഴുക്ക് പോലും ഇല്ലാതെ സംരക്ഷിക്കാം എന്നാണ് ഹൗ ക്യാൻ വി കീപ് അവർ ഡ്രസ് പ്രിസ്റ്റീൻ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത വാക്കാണ് പ്യൂർ. പ്യൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ശുദ്ധമായത്, അല്ലെ? ഒരു അഴുക്കുമില്ലാത്തത്, ശുദ്ധമായത്. ഫ്രീ ഫ്രം കണ്ടമിനേഷൻ, അതായത് മറ്റൊരു കലർപ്പും ഇല്ലാതെ, ഒരു അഴുക്ക് പോലും ചേരാത്തത്, ശുദ്ധമായത്, ശുദ്ധജലം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ നമുക്ക് ഈ പ്യൂർ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നോക്കാം. കിണറ്റിൽ ശുദ്ധജലമുണ്ട്. എങ്ങനെ പറയും നമ്മളത്? There is pure water in the well. There is pure water in the well. Keep yourself pure even if you are in a bad company. അതായത് നിങ്ങൾ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ചീത്ത കൂട്ടുകെട്ടിലാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളെ തന്നെ പ്യൂറായിട്ട്, നിർമ്മലരായിട്ട്, ശുദ്ധരായിട്ട് സൂക്ഷിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, കീപ് യുവർ സെൽഫ് പ്യൂർ ഈവൻ ഇഫ് യു ആർ ഇൻ എ ബാഡ് കമ്പനി. അടുത്തൊരു വാക്കാണ് സ്പോട്ട്ലെസ്. ക്ലീൻ എന്ന് പറയുന്നതിന് വേറൊരു പദമാണ് സ്പോട്ട്ലെസ്. അതായത് നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ സ്പോട്ട്ലെസ് എന്ന് വെച്ചാൽ സ്പോട്ട് ഇല്ലാത്തത്, ഒരു സ്പോട്ട്, ഒരു കുത്ത്, ഒരു അഴുക്ക് പോലും ഇല്ലാത്തത്. അപ്പൊ വിത്തൗട്ട് സ്പോട്ട് എന്നാണ് സ്പോട്ട്ലെസ്സിന്റെ അർത്ഥം. അപ്പൊ സ്പോട്ട്ലെസ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ലീനാസ് ഹൗസ് വാസ് ടൈഡി ആൻഡ് സ്പോട്ട്ലെസ്. ലീനാസ് ഹൗസ് വാസ് ടൈഡി ആൻഡ് സ്പോട്ട്ലെസ്. രണ്ട് വിശേഷണം പറയണ്ട. ഒരെണ്ണം ടൈഡി. ടൈഡി എന്ന് വെച്ചാൽ അറിയാലോ നമുക്ക്. ടൈഡി, പിന്നെ സ്പോട്ട്ലെസ്. സ്പോട്ട്ലെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഴുക്ക് പോലും ഇല്ലാതെ നല്ല ഓർഡർ ആണ്, അത് അതോടൊപ്പം തന്നെ അത് നല്ല ക്ലീനുമാണ് എന്ന് കാണിക്കുന്നതിനാണ് ടൈഡി ആൻഡ് സ്പോട്ട്ലെസ്. വി കനോട്ട് ഫൈൻഡ് എനി ഫോൾട്ട് ഇൻ ഹെർ, ഷീ ഈസ് സ്പോട്ട്ലെസ്. വി കനോട്ട് ഫൈൻഡ് എനി ഫോൾട്ട് ഇൻ ഹെർ, ഷീ ഈസ് സ്പോട്ട്ലെസ്. ഇവിടെ സ്പോട്ട് എന്നത് ഉദ്ദേശിക്കുന്നത് അഴുക്ക് എന്നല്ല, തെറ്റ് കുറ്റങ്ങളില്ലാത്തതെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. വി കനോട്ട് ഫൈൻഡ് എനി ഫോൾട്ട് ഇൻ ഹെർ, ഞങ്ങൾക്ക് അവളിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയുന്നില്ല. ഷീ ഈസ് സ്പോട്ട്ലെസ്, അവൾക്ക് ഒരു കുറ്റവും ഇല്ല, അവളുടെ ഉള്ളിൽ ഒരു തെറ്റുമില്ല എന്ന് കാണിക്കുന്നതിനാണ് ഷീ ഈസ് സ്പോട്ട്ലെസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, വി കനോട്ട് ഫൈൻഡ് എനി ഫോൾട്ട് ഇൻ ഹെർ, ഷീ ഈസ് സ്പോട്ട്ലെസ്. ക്ലീൻ എന്ന് കാണിക്കുന്നതിന് വേറൊരു എക്സ്പ്രഷനാണ് സ്പിക്ക് ആൻഡ് സ്പാൻ. സ്പിക്ക് ആൻഡ് സ്പാൻ. സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെരി ക്ലീൻ ആൻഡ് ടൈഡി എന്നാണ് സ്പിക്ക് ആൻഡ് സ്പാൻ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ അടുക്കും ചിട്ടവുള്ള, വളരെ ക്ലീൻ ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ സ്പിക്ക് ആൻഡ് സ്പാൻ എങ്ങനെയാണ് സെന്റൻസുകൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. രമ ഓൾവേസ് കെപ്റ്റ് ഹെർ ഓഫീസ് സ്പിക്ക് ആൻഡ് സ്പാൻ. രമ ഓൾവേസ് കെപ്റ്റ് ഹെർ ഓഫീസ് സ്പിക്ക് ആൻഡ് സ്പാൻ. അപ്പൊ രമ എപ്പോഴും അവളുടെ ഓഫീസ് ഒരു അഴുക്കുമില്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിച്ചിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങളുടെ ക്ലാസ് റൂം നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആണ് എന്നെങ്ങനെ പറയും? ട്രൈ ചെയ്യൂ. യുവർ ക്ലാസ് റൂം ഈസ് സ്പിക്ക് ആൻഡ് സ്പാൻ. യുവർ ക്ലാസ് റൂം ഈസ് സ്പിക്ക് ആൻഡ് സ്പാൻ. അതായത് നിങ്ങളുടെ ക്ലാസ് റൂം നല്ല ടൈഡി ആണ്, നല്ല ക്ലീനുമാണ്. അടുത്തത് വെരി ക്ലീൻ എന്നുള്ളതിന്റെ വേറൊരു പദമാണ് സ്റ്റെറൈൽ. സ്റ്റെറൈൽ എന്ന് പറയുന്നത് അണുവിമുക്തമായ, അതായത് ഒരു ബാക്ടീരിയയോ വൈറസോ ഫംഗസോ ഒന്നുമില്ലാത്തത്, അണുവിമുക്തമായ എന്നുള്ള അർത്ഥത്തിലാണ് ഈ സ്റ്റെറൈൽ എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന വാക്കുകളൊക്കെ വന്നത്. സ്റ്റെറിലൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുക എന്നൊക്കെയുള്ള വാക്കുകൾ. അപ്പൊ സ്റ്റെറൈൽ. അപ്പൊ സ്റ്റെറൈലിന്റെ സെന്റൻസുകളിലുള്ള പ്രയോഗം നമുക്ക് നോക്കാം. The equipments at the clinic were sterile. The equipments at the clinic were sterile. അതായത് ക്ലിനിക്കിലുള്ള പല ഉപകരണങ്ങളും അണുവിമുക്തമായിരുന്നു. ഓക്കെ, ക്ലിനിക്കിലുള്ള പല ഉപകരണങ്ങളും അണുവിമുക്തമായിരുന്നു. അതാണ്
ദി എക്യുപ്മെന്റ്സ് അറ്റ് ദ ക്ലിനിക് വേർ സ്റ്റെറൈൽ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. രോഗികളായവരുടെ റൂം അണുവിമുക്തമാക്കി സംരക്ഷിക്കുക. അതായത് രോഗികളുടെ മുറി അണുവിമുക്തമാക്കി സംരക്ഷിക്കുക. ഇതിനെങ്ങനെ പറയും? കീപ് ദ റൂം ഓഫ് ദ സിക്ക് സ്റ്റെറൈൽ. കീപ് ദ റൂം ഓഫ് ദ സിക്ക് സ്റ്റെറൈൽ. ക്ലീൻ എന്നുള്ളതിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു വാക്കാണ് അൺപൊല്യൂട്ടഡ്. അൺപൊല്യൂട്ടഡ്. നമ്മൾ പൊല്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? പൊല്യൂഷൻ. പൊല്യൂഷൻ എന്ന് വെച്ചാൽ നോട്ട് കണ്ടമിനേറ്റഡ് വിത്ത് പോയിസണസ് സബ്സ്റ്റൻസസ്. അതായത് വിഷപദാർത്ഥങ്ങളുമായിട്ട് ചേർന്ന് മലിനമാകാതിരിക്കുക. അതാണ് ഇവിടെ അൺപൊല്യൂട്ടഡ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. ദിസ് കൈൻഡ് ഓഫ് ഫിഷ് ലിവ്സ് ഓൺലി ഇൻ അൺപൊല്യൂട്ടഡ് വാട്ടർ. ദിസ് കൈൻഡ് ഓഫ് ഫിഷ് ലിവ്സ് ഓൺലി ഇൻ അൺപൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? മലിനമാകാത്ത ജലത്തിലാണ് ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ മലിനമാകാത്ത ജലത്തിലാണ് വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ ശുദ്ധജലത്തിലാണ് വസിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. മലിനമല്ലാത്ത വായു നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. മലിനമല്ലാത്ത വായു നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. എങ്ങനെ പറയും? അൺപൊല്യൂട്ടഡ് എയർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അൺപൊല്യൂട്ടഡ് എയർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഓക്കെ. ഇതുപോലെ കുറെ ഈ ക്ലീൻലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ക്ലീൻ എന്ന് പറയുന്നതിന് തുല്യമായിട്ട് നിൽക്കുന്ന ഈ പദങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ഡിഫറെന്റ് ടൈംസിൽ ഇതിനെയൊക്കെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അതിനനുസരിച്ചിട്ട് ഈ പദങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുക. നമുക്കിനി വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.